കൂട്ടിലങ്ങാടി കഥ പറയുകയാണ്. നൂറ്റാണ്ടുകളായി ആയിരം ഹൃദയങ്ങളെ കണ്ടും കേട്ടുമറിഞ്ഞ നല്ല ചൂരുള്ള കഥ. നമുക്കും ആ കഥയൊന്നു കേൾക്കാം. ഞാൻ കൂട്ടിലങ്ങാടി. പുകൾപെറ്റ മലപ്പുറത്ത് നിന്നും ദേശീയപാതയിലൂടെ തെക്കോട്ടു നീങ്ങിയാൽ ആദ്യമെത്തുന്ന ചെറുനഗരം. പാലക്കാടും കോഴിക്കോടും പരസ്പരം ബന്ധിക്കുന്ന ഈ പ്രധാന പാതയിലെ തിരക്കേറിയ ഗതാഗതവും ഒരു നാടിന്റെ മുഴുവൻ വാണിജ്യ സ്വപ്നങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കച്ചവട വ്യവഹാരങ്ങളും ചേർന്ന് എപ്പോഴും സജീവമായി കിടക്കുന്ന ദേശമാണിത്. അതിനുമപ്പുറം മലബാറിന്റെ തനത് സുന്ദരി കടലുണ്ടിപ്പുഴയുടെ മടിയിൽ ലാളനയേറ്റു കിടക്കുന്ന പ്രകൃതി ഭംഗിയുടെ സ്വരൂപമാണ് കൂട്ടിലങ്ങാടി. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പണ്ടുമുതലേ പരിസരവാസികൾക്കെല്ലാം വേണ്ടപ്പെട്ട അങ്ങാടിയായിരുന്നു ഇവിടം. 900-കളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന കാലം തൊട്ടേ കൂട്ടിലങ്ങാടിയിൽ ചന്തയുണ്ട്. അന്നു പക്ഷേ കടലുണ്ടിപ്പുഴയുടെ കടവിലെ കടവത്ത് ചന്തയായിരുന്നു. കടത്തങ്ങാടി എന്ന് ഉള്ളറിഞ്ഞു വിളിച്ച ഈ പേര് ലോപിച്ചാണ് ഇന്നീ ദേശം കൂട്ടിലങ്ങാടിയായത്. കീരംകുണ്ട്, കടുങ്ങൂത്ത്, പാറടി, ചെലൂർ, KK അങ്ങാടി, മുല്ലപ്പള്ളി, പെരിങ്ങോട്ടുപുലം, കാളമ്പാടി, മുഞ്ഞക്കുളം തുടങ്ങി ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് മുഴുവൻ ഏക ആശ്രയ കേന്ദ്രമായിരുന്നു ഈ പ്രദേശം. മലപ്പുറത്തേക്ക് പോകാനുള്ള ഏക മാർഗം കൂടിയാണ് ഈ നാട്. കടവിൽ നിന്ന് തോണി തുഴഞ്ഞും ബ്രിട്ടീഷ് പട്ടാളക്കാർ കുതിരയെയും കൊണ്ട് ചെങ്ങാടം കയറിയുമൊക്കെയാണ് പുഴ കടന്ന് കൂട്ടിലങ്ങാടിയിൽ നിന്നും മലപ്പുറത്തേക്ക് പോയിരുന്നത്. 1969 മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതുവരെ പാലക്കാട്, കോഴിക്കോട് ജില്ലയുടെ അതിർത്തി പ്രദേശമായിരുന്നു കൂട്ടിലങ്ങാടി. പാലത്തിന്റെ മറുവശം മുതൽ കോഴിക്കോട് ജില്ലയുടെ അതിർത്തി തുടങ്ങുകയായി. കൃഷിയും മറ്റു ഭക്ഷ്യവിഭവങ്ങളുടെ ഉൽപാദനവും ലഭ്യതയും കൂടുതലായതിനാൽ കോഴിക്കോട്ടേക്ക് പോകാൻ കൂട്ടിലങ്ങാടിയിലെ ചെക്ക് പോസ്റ്റ് കടക്കണമായിരുന്നു. ഈ പ്രയാസം മറികടക്കാൻ ചുമടേന്തി പുഴ കടന്നതെല്ലാം കാരണവന്മാർക്കിടയിൽ ഇന്നും മറവി പറ്റാത്ത ഓർമ്മകളാണ്. 1911 മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന ഇന്നത്തെ മലപ്പുറത്തേക്ക് ബ്രിട്ടീഷുകാർ പാലം നിർമ്മിച്ചതോടെയാണ് പുഴ നീന്തി കടക്കുന്ന അവസ്ഥക്ക് പരിഹാരമുണ്ടായത്. ഈ പാലത്തിന്റെ നിർമ്മാണ വിവരങ്ങൾ അടങ്ങിയ ഫലകം ഇപ്പോഴും മുദ്രകൾ മായാതെ ഓർമ്മകൾക്ക് തിളക്കമേറ്റി തെളിഞ്ഞു കാണുന്നുണ്ട്. നൂറ്റാണ്ടു പിന്നിട്ടിട്ടും ഈ ചരിത്ര സ്മാരകം കൂട്ടിലങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ഇപ്പോഴും തലയെടുപ്പോട് കൂടി നിൽക്കുന്നത് ആർക്കും അവിസ്മരണീയ കാഴ്ചയാണ്. പിൽക്കാലത്ത് ഇപ്പോൾ ദേശീയപാത കടന്നുപോകുന്ന പുതിയ പാലം പണിതെങ്കിലും ചരിത്രത്താളുകളിൽ കടലുണ്ടിപ്പുഴയുടെ കുത്തൊഴുക്കിനെ പ്രതിരോധിച്ച് ഈ പാലം ഇപ്പോഴും അടയാളമുണ്ടാക്കി നിൽക്കുന്നു. ദിനേന വളർന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടിലങ്ങാടി. ഒപ്പം മനുഷ്യ മനസ്സുകൾക്ക് തണലൊരുക്കാൻ ഈ നാടും നാട്ടുകാരും ഒരുമിച്ച് മത്സരിച്ചുകൊണ്ടേയിരിക്കുന്നു. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയ പാലത്തിന് തൊട്ടടുത്തായി വെള്ളപ്പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന കൂട്ടമണ്ണ മൈതാനത്ത് ഇന്നും കൂട്ടിലങ്ങാടിക്കാരുടെ കാൽപന്തിന്റെ ആരവങ്ങൾ എപ്പോഴും ഉയർന്നു കേൾക്കാൻ കഴിയും. കൂട്ടിലങ്ങാടിക്കാരുടെ മാത്രമല്ല, പെരിങ്ങോട്ടുപുലത്തെയും കുറുവയിലെയും ചുറ്റുവട്ടത്തെ മറ്റനേകം പ്രദേശങ്ങളുടെയും ആദ്യകാലത്തെ കേന്ദ്ര മഹല്ല് പള്ളിയായിരുന്നു കീരംകുണ്ടിലെ ജുമാ മസ്ജിദ്. മമ്പുറം സയ്യിദ് അലവിത്തങ്ങൾ തറക്കല്ലിട്ട് പണിത ഈ പള്ളിക്കു ചുറ്റും അനവധി സയ്യിദന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. നിരവധി സ്വാതന്ത്ര്യ സമര സേനാനിമാർ മൺമറഞ്ഞുപോയ നാടാണിവിടം. മലബാർ കലാപത്തിൽ പങ്കെടുത്തവരും ബെല്ലാരിയിൽ ജയിൽവാസം അനുഭവിച്ചവരും സ്വാതന്ത്ര്യ സമര പെൻഷൻ വാങ്ങിയവരുമെല്ലാം മുൻ തലമുറയിൽ ഉണ്ടെന്നാണ് ചരിത്രം. ആ കാലത്ത് ദേശം മുഴുക്കെ ദാരിദ്ര്യവും പട്ടിണിയുമായിരുന്നെങ്കിലും കൂട്ടിലങ്ങാടി എല്ലാവർക്കും അത്താണിയായിരുന്നു. വടകര വലിയകത്ത് അലവിക്കുട്ടി ഹാജി എന്ന മഹാമനീഷിയെക്കുറിച്ചും അദ്ദേഹം നടത്തിയിരുന്ന നേർച്ചയെക്കുറിച്ചും പഴമക്കാർ വാത്തോരാതെ പറഞ്ഞു തരും. ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും പട്ടിണിയുടെയും പരിവേദനങ്ങളുടെയും കഴിഞ്ഞ കാലത്ത് സാന്ത്വനവും സമാധാനവുമായിരുന്നു അദ്ദേഹത്തിന്റെ നേർച്ച.
തോർത്തു വിരിച്ച് അതിൽ വാഴയില വെച്ച് ചോറ് വിളമ്പി വരുന്നവർക്കെല്ലാം അന്നദാനം നടത്തിയിരുന്ന ദിനങ്ങൾ വലിയ ആശ്വാസമായിരുന്നു. ബാക്കി വരുന്ന ചോറ് വെള്ളത്തിലിട്ട് പിറ്റേന്ന് രാവിലെ നൽകിയിരുന്ന പഴങ്കഞ്ഞിക്കു പോലും ആളുകൾ തിരക്കുകൂട്ടുമായിരുന്നു. ദേശീയപാതക്കടുത്ത് കീരംകുണ്ടിലുള്ള പാലം നാട്ടുകാർ മുഴുവൻ സഹകരിച്ച് നിർമ്മിച്ചതാണ്. ഇന്നത്തെ 50 പൈസക്ക് തുല്യമായ 8 അണ മാത്രം ദിവസക്കൂലിയിൽ നാട്ടുകാരുടെ ഒരുമയുടെ ബലത്തിൽ പണിതുയർത്തിയ ഈ പാലം ഈ നാടിന്റെ ഐക്യമനസ്സിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. വേനൽക്കാലത്ത് ജലക്ഷാമം നേരിടുന്നവർ ദൂരദിക്കുകളിൽ നിന്ന് പോലും കൂട്ടിലങ്ങാടിയെ തേടി വന്നു. അവരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന കൂട്ടിലങ്ങാടിയുടെ രേഖാചിത്രമാണ് കസ്തൂരിപ്പാറ. പുഴയോരത്തെ കുളിക്കടവും അവിടെ ഒരുക്കിയ നിസ്കാരത്തറയും ഈ നാടിന്റെയും നാട്ടുകാരുടെയും വിശാല മനസ്കത ബോധ്യപ്പെടുത്തുന്നു. ദൂരദിക്കുകളിൽ നിന്നും കൂട്ടിലങ്ങാടിയെ തേടി സ്നേഹിക്കാൻ മാത്രമറിയുന്ന ഇവിടുത്തെ മനുഷ്യരെ തേടി അന്നു മുതലേ ആളുകൾ ഒഴുകി വന്നുകൊണ്ടിരുന്നു. വിശ്വാസത്തിന്റെയും കരുതലിന്റെയും സ്നേഹം തുളുമ്പുന്ന മനുഷ്യരെ തേടി സുമനസ്സുകൾ ഇന്നും ഈ നാട്ടിലൂടെ നിർബാധം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു.